നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പ് ഇപ്പോൾ നമുക്ക് വിളിച്ചിട്ടുണ്ട്. അതിൻ്റെ സർക്കുലർ വന്നിട്ടുണ്ട്. നമുക്ക് ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പിന് ഈ വർഷം എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ, എങ്ങനെയാണ് ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പ് ചെയ്യുക ഓൺലൈനിൽ എന്ന് നോക്കാം. നമ്മൾ വെറുതെ ഗൂഗിളിൽ ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സൈറ്റ് വരും. scholarship.minority.welfare.kerala. ഇതാണ് ഇത് അപേക്ഷിക്കുന്നതിനുള്ള വെബ്സൈറ്റ്. നമ്മളിതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ലിസ്റ്റിലേക്ക് വരും. നമുക്കിത് ഹോമിൽ തന്നെ വന്നിട്ടുണ്ട്. ടൈപ്സ് ഓഫ് സ്കോളർഷിപ്പ്, ഇപ്പോൾ ആക്റ്റീവ് ആയിട്ടുള്ള സ്കോളർഷിപ്പുകളിൽ വന്നിട്ടുണ്ട്. അതിൽ ജോസഫ് മുണ്ടശ്ശേരി ആക്റ്റീവ് ആണ്. ITC, ITI, CWI. നമുക്ക് ഹയർ സെക്കൻഡറിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആവശ്യം വരുന്നത് ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പിൻ്റെ മാത്രമാണ് ഇപ്പോൾ നമുക്കിതിൽ ഈ ഒരു scholarship.minority welfareൽ ആക്റ്റീവ് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ലിങ്കാണ് ഇതിന് അപേക്ഷിക്കുന്നതിന്. രജിസ്ട്രേഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലിങ്ക് വരും. ഇവിടെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അപ്ലൈ ഓൺലൈൻ. ഡേറ്റ് 29/11/2024 തൊട്ട് 26/12 വരെ ഡേറ്റ് ഉണ്ട്. ഈ ഒരു മാസം ഡേറ്റ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫ്രഷ് ആയിട്ടുള്ള അപ്ലിക്കേഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നോക്കുക. 29/11 തൊട്ട് ആക്റ്റീവ് ആണ് സൈറ്റ്. ഇവിടെ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്ലൈ ഓൺലൈൻ, ഈ രണ്ട് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻസ്ട്രക്ഷൻസിൽ കൊടുക്കുമ്പോൾ നമുക്ക് പഴയ 23-ത്തെ സർക്കുലറാണ് വരിക. അത് നോക്കണ്ട. നമുക്കത് പഴയ സർക്കുലർ ഇവിടേക്ക് അപ്ഡേറ്റ് ആയിട്ടില്ല. നമ്മൾ ഇൻസ്ട്രക്ഷൻ നോക്കുമ്പോൾ പഴയ സർക്കുലർ കാണും, അത് നോക്കണ്ട. നമുക്കിവിടെ നോട്ടിഫിക്കേഷൻ 29/11/2024 PGMS സ്കോളർഷിപ്പിൻ്റെ അവാർഡിൻ്റെ ലിസ്റ്റ് വന്നിട്ടുണ്ട്. ഇവിടെ ഇതിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഏറ്റവും പുതിയ 29/11/2024 ന്യൂനപക്ഷ ഡയറക്ടറേറ്റ് വികാസ് ഭവൻ തിരുവനന്തപുരത്തിൻ്റെ സർക്കുലർ വന്നിട്ടുണ്ട്. 24-25 വർഷത്തെ ന്യൂനപക്ഷ വിദ്യാർത്ഥിക്കുള്ള ജോസഫ് മുണ്ടശ്ശേരി ഫുൾ A+ കിട്ടിയ കുട്ടികൾക്കാണ്. അതായത് വിദ്യാഭ്യാസ ഡിഗ്രി ലെവലിൽ, ബിരുദാനന്തര ലെവലിൽ, ഇങ്ങനെ കൃത്യമായിട്ട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് കാര്യങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. സർക്കാർ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ SSLC, THSLC, +2, VHSC പരീക്ഷകൾ എല്ലാ വിഷയങ്ങൾക്കും A+ നേടുന്നവർക്ക്. നമുക്ക് ഹയർ സെക്കൻഡറി സംബന്ധിച്ചിടത്തോളം എല്ലാ വിഷയങ്ങൾക്കും A+ വേണം. ഡിഗ്രി ലെവലിലൊന്നും 80%, 70% നമുക്ക് നോക്കണില്ല. നമുക്ക് ഹയർ സെക്കൻഡറിക്ക് അതുപോലെ തന്നെ SSLCക്ക്. ഇതിൽ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ SSLC സ്കോളർഷിപ്പ്, SSLC ഫുൾ A+ കിട്ടിയ കുട്ടികൾ ഓൺലൈൻ അപേക്ഷ ചെയ്ത് പ്രിൻ്റ് ഔട്ട് കൊടുക്കേണ്ടത് അവർ SSLC പഠിച്ച സ്കൂളിലാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ +1 പഠിക്കുന്ന കുട്ടികൾ ഈ സ്കോളർഷിപ്പിൻ്റെ അപേക്ഷ പൂരിപ്പിച്ച് നൽകേണ്ടത്, ഓൺലൈൻ ചെയ്ത് പ്രിൻ്റ് ഔട്ട് കൊടുക്കേണ്ടത് SSLC പഠിച്ച സ്കൂളിലാണ്. നമ്മുടെ +2 പാസ്സായ കുട്ടികളുടെ സ്കോളർഷിപ്പാണ് നമ്മൾ വെരിഫൈ ചെയ്യേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പലരും സംശയം ചോദിക്കാറുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇതിൽ കേരളത്തിൽ സ്ഥിര താമസക്കാരായ ക്രിസ്ത്യൻ, മുസ്ലിം, സിഖ്, ബുദ്ധ, ജൈന, പാഴ്സി, ഇതാണ് മൈനോറിറ്റി വിഭാഗത്തിൽ പെടുന്നവർ. 23-24 വർഷത്തിൽ SSLCക്ക് ഫുൾ A+ നമുക്ക് 10,000 രൂപയാണ് സ്കോളർഷിപ്പ്. ഡിഗ്രി ലെവലാണെങ്കിൽ 15,000. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു പോയിന്റാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. BPL വിഭാഗത്തിനാണ് മുൻഗണന നൽകുന്നത്. 8 ലക്ഷം വരെ വരുമാന പരിധിയുണ്ട്. BPL അപേക്ഷയുടെ അഭാവത്തിൽ മാത്രമാണ് 8 ലക്ഷം വരെയുള്ള വാർഷിക വരുമാനം APL വിഭാഗത്തെ പരിഗണിക്കുക. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. BPLക്കാർക്കാണ് ഇത് കിട്ടാൻ സാധ്യത കൂടുതൽ. പലരും ഇതിന് അപേക്ഷിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറയുന്നതിന് മെയിൻ കാരണം 8 ലക്ഷം വരെ വരുമാന പരിധി പറഞ്ഞിട്ടുണ്ടെങ്കിലും BPL അപേക്ഷയുടെ അഭാവത്തിൽ മാത്രമേ ഈ 8 ലക്ഷം വരെ പരിഗണിക്കുകയുള്ളൂ. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കുടുംബ വാർഷിക വരുമാനത്തിലെയും മാർക്കിൻ്റെയും അടിസ്ഥാനത്തിൽ ജനസംഖ്യാനുപാതികമായിട്ടാണ് തിരഞ്ഞെടുക്കുന്നത്. നാഷണലൈസ്ഡ് ബാങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണം. ഈ നമ്മൾ സൈറ്റ് കാണിച്ചു തന്നു, മൈനോറിറ്റി വെൽഫെയറിൻ്റെ. അതിൽ ഓൺലൈൻ മുഖേനയാണ് അപേക്ഷിക്കേണ്ടത്. 26/12 അവസാന തീയതി. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം. നിശ്ചിത തീയതിക്കുള്ളിൽ വിദ്യാർത്ഥി മുൻപ് പഠിച്ചിരുന്ന സ്ഥാപന മേധാവിക്ക് സമർപ്പിക്കണം. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. SSLC കുട്ടികൾ, ഇപ്പോൾ +1 പഠിക്കുന്ന കുട്ടികൾ ഹയർ സെക്കൻഡറിയിലല്ല അപേക്ഷ തരേണ്ടത്, അത് ഹൈസ്കൂളിലാണ് അപേക്ഷ കൊടുക്കേണ്ടത്. ഹയർ സെക്കൻഡറി പഠിച്ച് പാസ് ഔട്ടായ കുട്ടികൾ നമുക്കാണ് അപേക്ഷ തരേണ്ടത്, ഹയർ സെക്കൻഡറിക്കാണ് അപേക്ഷ തരേണ്ടത്. ഇതാണ് അതിൻ്റെ സർക്കുലർ. നമ്മൾ നേരത്തെ സൈറ്റിലോട്ട് പോവാം. നമുക്ക് അപ്ലൈ ഓൺലൈൻ, ഈ ജോസഫ് മുണ്ടശ്ശേരി രജിസ്ട്രേഷൻ ഓപ്പൺ ആണ്. അപ്ലൈ ഓൺലൈൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് അപ്ലൈ ഓൺലൈൻ കാണും. അതിന് മുമ്പ് 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇതിന് സെലക്ഷൻ ലിസ്റ്റ് ഉണ്ട്. ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പിൻ്റെ സെലക്ഷൻ ലിസ്റ്റ്, HSC സെലക്ഷൻ ലിസ്റ്റ്, SSLC, ഈ ലിസ്റ്റിലുള്ളവർക്ക് മാത്രമേ ഈ ഒരു സ്കോളർഷിപ്പ് അപേക്ഷിക്കാൻ പറ്റൂ. ഫാമിലി ഇൻകം നോട്ട് എക്സീഡ് 8 ലക്ഷത്തിൽ നേരത്തെ പറഞ്ഞു. ഷുഡ് ബി പാസ്ഡ് ഇൻ ഗവൺമെന്റ് എയ്ഡഡ്
കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കേരള, നേറ്റീവ് കേരള ആയിരിക്കണം. അപ്പോൾ ഈ ഒരു സെലക്ഷൻ ലിസ്റ്റ് നോക്കിയിട്ട് വേണം നമുക്ക് അപേക്ഷിക്കണമെങ്കിൽ. നമ്മൾ SSLC ഹയർ സെക്കൻഡറി +1 പഠിക്കുന്ന കുട്ടികൾക്ക് അവർക്കത് യോഗ്യതയുണ്ടോ എന്ന് നോക്കണമെങ്കിൽ ഈ ഒരു സൈറ്റിൽ കയറി ഈ ഒരു സ്കൂൾ സെലക്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കുട്ടിക്ക് മാത്രമാണ് ഈ സ്കൂളിലുള്ളത്. അതുപോലെ നമുക്ക് ഓരോ സ്കൂളിലും എത്ര കുട്ടികൾക്കാണ് ഇത് അപേക്ഷിക്കുന്നതിന് ക്വാളിഫൈഡ് ആയിട്ടുള്ളത്, ഈ ലിസ്റ്റിലുള്ള കുട്ടികൾക്ക് മാത്രമേ ഇവിടെ അപേക്ഷിക്കാൻ പറ്റൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾക്കിവിടെ സെലക്ഷൻ ലിസ്റ്റ് നോക്കുക. അപേക്ഷിക്കുന്നതിന് മുമ്പ് സെലക്ഷൻ നോക്കുക. ഇപ്പോൾ ഹയർ സെക്കൻഡറി VHSC സെലക്ഷൻ ലിസ്റ്റ് ഉണ്ട്. ജോസഫ് മുണ്ടശ്ശേരിയാണ്. ഡിസ്ട്രിക്റ്റ് നമ്മൾ കൊടുത്തു. ഇൻസ്റ്റിറ്റ്യൂഷൻ ടൈപ്പ് ഹയർ സെക്കൻഡറി സ്റ്റേറ്റ് VHSC ഉള്ളത് കൊണ്ടാണ് സെപ്പറേറ്റ് അവിടെ വരുന്നത്. നമുക്കിവിടെ സ്കൂളിൻ്റെ പേര് ഇവിടെ കൊടുക്കാം. ഏത് സ്കൂളിൻ്റെ പേര് കൊടുത്താൽ ആ സ്കൂളിലത്തെ സയൻസ്, കോമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, നമുക്കിതിൽ 3 ഓപ്ഷൻ ഉണ്ട്. 3 ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പിലെ ക്വാളിഫൈഡ് ആയിട്ടുള്ള കുട്ടികളുടെ പേര് വരും. ഇത്രയും കുട്ടികൾക്ക് മാത്രമാണ് ഇതിൽ അപേക്ഷിക്കാനായിട്ട് പറ്റുകയുള്ളൂ. ഓരോ ഗ്രൂപ്പിലെയും ഇതിൽ ലിസ്റ്റിൽ പേരുള്ള കുട്ടികൾക്ക് മാത്രമാണ് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ സ്കൂളിൻ്റെ പേര് നോക്കുക. അതിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള കുട്ടികളുടെ പേര് ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് അവർക്ക് അർഹതയുണ്ടോ എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു സെലക്ഷൻ ലിസ്റ്റ് നമ്മൾ കൃത്യമായിട്ട് നോക്കണം. അതിനുശേഷമാണ് നമ്മൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപ്ലൈ ഓൺലൈൻ കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇഫ് യു ഓൾറെഡി രജിസ്റ്റേർഡ് ഡിസ്ട്രിക്ട് മെറിറ്റ് സ്കോളർഷിപ്പിന് വേണ്ടി അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതേ ലോഗിൻ തന്നെയാണ് ഇതിന് ഉപയോഗിക്കേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കുക. കുട്ടികൾ ഡിസ്ട്രിക്ട് മെറിറ്റ് സ്കോളർഷിപ്പിന് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതേ ലോഗിൻ തന്നെ ഉപയോഗിക്കേണ്ടത്. അല്ലെങ്കിൽ പ്ലീസ് യൂസ് യുവർ SSLC 10th രജിസ്റ്റേർഡ് ഡീറ്റെയിൽസ് ഇൻ ഫസ്റ്റ് പാരഗ്രാഫ് രജിസ്ട്രേഷൻ. പ്രത്യേകം ശ്രദ്ധിക്കുക. ഹയർ സെക്കൻഡറി കുട്ടികൾ ഇപ്പം അപേക്ഷ സമർപ്പിച്ചാലും അവരുടെ 10ാം ക്ലാസ്സിലത്തെ വിവരങ്ങളാണ് ഫസ്റ്റ് പാര ഇതിൽ കൊടുക്കേണ്ടത്. ബോർഡ് ഓഫ് എക്സാമിനേഷൻ നമ്മൾ SSLC തന്നെയാണ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ റോൾ നമ്പർ കൊടുക്കേണ്ടത് SSLC ആണ്. ഫസ്റ്റ് പാര എപ്പോഴും SSLC കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. തുടർന്നുള്ള വിവരങ്ങളെല്ലാം കൃത്യമായിട്ട് നമുക്ക് പൂരിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാം. ഈ സ്കോളർഷിപ്പിൻ്റെ അപേക്ഷ നമുക്ക് പൂർണ്ണമായി ചെയ്യുന്നതിന് സാധിക്കും. ഇത്രയുമാണ് ഈ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇവിടെ FAQ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൽ സംശയങ്ങളുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ചോദിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നോക്കിയാൽ കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കും. ഇത്രയുമാണ് ഈ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രധാന കാര്യങ്ങൾ. അർഹതയുള്ള എല്ലാവരും പ്രത്യേകം അപേക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക.